പ്രൈസിങ് എപ്പോഴും ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരിതാണ്. ഇപ്പോൾ ബ്രാൻഡ് വാല്യൂ ഇപ്പോൾ എനിക്ക് ഡിസൈഡ് ചെയ്യാം ഞാൻ ഡിസൈൻ ചെയ്യുന്നത് ഏത് ടാർഗറ്റഡ് ഓഡിയൻസിനാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം, അപ്പർ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അങ്ങനെ ഒരു ഫാഷൻ സൈക്കിൾ ഉണ്ട് ഇതിന്. അപ്പോൾ ഏറ്റവും കോസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എപ്പോഴും പ്രീമിയം ക്ലയൻറ്റുകൾക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ വെൽ സെറ്റിൽഡ് ആയിട്ട് ഒരുപാട് കാശ് കയ്യിലുള്ളവർക്ക് ഈ കാശ് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഫാഷനെ അപ്പോൾ ഈവൻ ഞാൻ കെട്ടുന്ന വാച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ റാഡോൻ്റെ വാച്ച് അല്ലെങ്കിൽ റോളക്സിൻ്റെ വാച്ച് കെട്ടാന്ന് പറയുന്നത് പ്രൗഡിയാണ്. ദെൻ അവിടെ അൺപ്രഡിക്റ്റബിൾ റേറ്റ്സ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ദെൻ അതേപോലെ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഞാൻ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് സെല്ല് ചെയ്യുന്നത്? വേൾഡിൽ ഏറ്റവും ഹൈ എൻഡ് പ്രീമിയം പ്രൊഡക്റ്റുകൾ ഭയങ്കര റെയർ ആയിരിക്കും, കുറച്ചുണ്ടാവുള്ളൂ. ദെൻ അതിൻ്റെ അഡോപ്ഷൻസാണ് ഇപ്പോൾ പറയുന്നത്. സാറയുടെ എക്സാക്ട് കോപ്പീസാണ് സുതിയോയിൽ ലഭിക്കുക നമുക്ക്. അപ്പോൾ ഫാഷൻ്റെ അഡോപ്ഷനാണ്. സാറയുടെ പ്രൈസിങ്ങും സുതിയോയുടെ പ്രൈസിങ്ങും എൻ്റെ ഡിഫറെൻ്റ് ആണ്. ബട്ട് അത് മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സിനും വേണ്ടിയിട്ടൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാൾ പർച്ചേസിങ് അല്ലെങ്കിൽ ഒരു വേറൊരു കൈൻഡ് ഓഫ് ഇപ്പം നമ്മൾ മാളുകളിലും അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡുകളിലും മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് സുതിയോ അഡോപ്റ്റ് ചെയ്തിട്ട് ഭയങ്കര മിനിമൽ കോസ്റ്റിൽ സെയിം എക്സാക്ട് കോപ്പീസ് പോലെയോ തോന്നുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് സാധാരണക്കാർക്ക് കൊടുത്തത്.